നമസ്കാരം. വെൽക്കം ടു ഗീതാസ് ഭക്തിഗീതം. വൺ ഡേ വൺ ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം 507th ഡേ. ശ്രീമദ് മഹാഭാഗവതം ഒരു ദിവസം ഒരു ശ്ലോകം 507 ദിവസത്തിലേക്ക് സ്വാഗതം. ഇന്ന് ശ്രീമദ് മഹാഭാഗവതത്തിലെ പ്രഥമ സ്കന്ധത്തിലെ 1-ാമത്തെ ശ്ലോകമാണ് പാരായണം ചെയ്യുന്നത്. ശ്രീമദ് മഹാഭാഗവതം വളരെ വിപുലവും വർണ്ണിക്കാൻ സാധിക്കാത്തതുമാണ്. ഭഗവാന്റെ കരുണയുണ്ടെങ്കിൽ മാത്രമേ അല്പമെങ്കിലും ശ്രീമദ് ഭാഗവതം നമുക്ക് എടുക്കാൻ പറ്റുകയുള്ളൂ എന്നാണ് പറയപ്പെടുന്നത്. ഒരു ശ്ലോകം തന്നെ വളരെ ബൃഹത്തായിട്ട് ഒരു ദിവസം മുഴുവൻ വ്യാഖ്യാനിച്ചാൽ പോലും തീരാത്തത്ര വളരെ വിപുലമായ അപരിമിതമായിട്ടുള്ള ആ ശ്ലോകങ്ങൾ വെറുതെ ഒരു ബാഹ്യാർത്ഥം മാത്രം പറഞ്ഞ് 2-3 തവണ പാരായണം ചെയ്തിട്ട് ഭാഗവതത്തെ പറ്റി ഒട്ടും അറിയാത്തവർക്ക് ഒരു ഏകദേശ അറിവുണ്ടാക്കുവാൻ വേണ്ടി മാത്രമുള്ള ശ്രമമാണ് നടത്തുന്നത്. ശ്രീമദ് മഹാഭാഗവതം പാരായണം സപ്താഹമൊക്കെ നടത്തുമ്പോൾ പാരായണം മാത്രമാണ് ഉണ്ടാകുക. അവിടെ ഇവിടെയായിട്ട് അല്പം മാത്രമേ ആചാര്യന്മാർ അനുസ്മരിക്കാറുള്ളൂ. അത്രയ്ക്കേ സമയമുണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് ശ്രീമദ് മഹാഭാഗവതം ഓരോ ശ്ലോകവും പാരായണം ചെയ്ത് അതിൻ്റെ ഒരു ഏകദേശ അർത്ഥം എന്താണ് എന്ന് പറയുവാൻ മാത്രമാണ് ഉദ്യമിക്കുന്നത്. തെറ്റുകളും കുറ്റങ്ങളും ശ്രമിക്കുമെന്ന് കരുതിക്കൊണ്ട് ശ്രീമദ് മഹാഭാഗവതം ആരംഭിക്കുകയാണ്. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമഃ. ഓം തത്സത്. കൃഷ്ണം നാരായണം വന്ദേ കൃഷ്ണം വന്ദേ വ്രജപ്രിയം കൃഷ്ണം ദ്വൈപായനം വന്ദേ കൃഷ്ണം വന്ദേ പൃഥാസുതം. ശ്രീപരമാനന്ദനാഥനായ അദ്വൈതദീപമായി മോക്ഷേഷു വൃന്ദമന്ദാരമായി കാരുണ്യവാരിധിയായി വിഭൂദേശനാം നാരായണൻ മമ മന്ദത മാറ്റണം. ഓം തത്സത്. ശ്രീമദ് മഹാഭാഗവതം പ്രഥമ സ്കന്ധത്തിലെ 1-ാമത്തെ ശ്ലോകം. ഓം തത്സത്. ഇന്ന് ഓം ജന്മാദസ്യേതുന്നയാദിതരതച്ചാത്വേഷഭിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായ ആദികവയേ മുഹ്യന്തി യൽ സൂരയാ തേജോ വാരിമൃതാം യഥാ വിനിമയോ യത്ര ത്രിസർഗോ മൃഷാ ദാംനാസേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി സത്യം പരം ധീമഹി. ഓം തത്സത്. ഈ ശ്ലോകം അതിമഹത്തായ ശ്ലോകമാണ്. ആ ശ്രീമദ് മഹാഭാഗവതത്തെ ഭഗവാനെ ധ്യാനിക്കുകയാണ്. ആ പരബ്രഹ്മത്തെ ധ്യാനിക്കുന്ന 2-3 ശ്ലോകങ്ങൾക്ക് ശേഷമാണ് സൂത ശൗനക സംവാദം ആരംഭിക്കുന്നത്. ഈ ശ്ലോകത്തിൽ പറയുകയാണ്, ലോകത്തിൻ്റെ ഉൽപ്പത്തി, സ്ഥിതി, ലയം ഇതിന് 3-നും കാരണമായിരിക്കുന്ന അന്വയ വ്യതിരേക ലക്ഷണങ്ങളോട് കൂടിയിട്ടുള്ള ഇത് ഏതൊരു ശക്തിയിൽ നിന്ന് ഉത്ഭവിക്കുന്നുവോ അതേപോലെ ഈ യാതൊന്നാണോ ഈ ഭൂതങ്ങളെയൊക്കെ നിലനിർത്തുന്നത്, ഭൂതങ്ങളുടെയൊക്കെ സ്വരൂപമായിട്ട് ഏതാണോ ഉള്ളത്, ആ ബ്രഹ്മാവിന് ഹൃദയത്തിൽ ആരാണോ ബ്രഹ്മാവിന് ആ വേദങ്ങൾ തൻ്റെ മനസ്സുകൊണ്ട് ഉപദേശിച്ചു കൊടുത്തത്, മനസ്സിലേക്ക് ഉപദേശിച്ചു കൊടുത്തത്, ഭൂമി, വായു, ആകാശം എന്നിങ്ങനെ, അഗ്നി, ആകാശം എന്നിങ്ങനെ ഏതൊന്നിനെ മറ്റൊന്നായി തെറ്റിദ്ധരിച്ചിട്ട് ആ വ്യവഹാര ജീവിതത്തിൽ മാറ്റി മാറ്റി നമ്മൾ വിചാരിക്കുന്നുവോ, ഏതൊന്നിനെ നാം ആ വിദ്വാൻമാർ പോലും, ആ സൂരയ എന്ന് പറഞ്ഞാൽ വിദ്വാൻമാർ, ആ വിദ്വാൻമാർ പോലും ഏതൊന്നിനെ അതിയായി മോഹിക്കുന്നുവോ
ആരാണോ ഈ ത്രിഗുണ സൃഷ്ടി മിഥ്യയല്ലാത്തതുപോലെ ഇരിക്കുന്നു തോന്നിപ്പിക്കുന്ന തൻ്റെ മായയാൽ ഈ ത്രിഗുണ സൃഷ്ടിയെ ആരാണോ നിരസ്തം എന്ന് പറഞ്ഞാൽ മായ, കുഹകം എന്ന് പറഞ്ഞാൽ നാശമില്ലാത്തതായി തോന്നിപ്പിക്കുക, എപ്പോഴും ഉള്ളതുമായിട്ട് ആ സദാ ഉള്ള മാതിരി തോന്നിപ്പിക്കുന്നത്, ഈ മിഥ്യയായിട്ടുള്ള ഈ മായയെ, ഈ വ്യവഹാര ജീവിതത്തെ, ഈ ലോക ജീവിതത്തെ ആരാണോ സത്യം യഥാർത്ഥം എന്ന് തോന്നിപ്പിക്കുന്നത്, ആരാണോ സത്യമായിട്ടുള്ളത്, സത്യം എന്ന് പറഞ്ഞാൽ നാശമില്ലാത്തതായിട്ടുള്ളത്, ആ പരമമായിട്ടുള്ള പരമേശ്വരനെ ഞങ്ങൾ ധീമഹി ഞങ്ങൾ ധ്യാനിക്കുന്നു. ധീ എന്ന് പറഞ്ഞാൽ ധ്യാനിക്കുക, ഞങ്ങൾ ധ്യാനിക്കുന്നു. ശ്രീമദ് മഹാഭാഗവതത്തിലെ പ്രഥമ സ്കന്ധത്തിലെ 1-ാമത്തെ അധ്യായത്തിലെ 1-ാമത്തെ ശ്ലോകമാണ് ഈ ശ്ലോകം. ഈ ശ്ലോകത്തിൻ്റെ അർത്ഥവ്യാപ്തി അതിമഹത്താണ്. എത്ര വർണ്ണിച്ചാലും എത്ര സമയം പറഞ്ഞാലും ഓരോരുത്തർക്കും അവനവൻ്റെ മനോരഥം പോലെ വീണ്ടും വീണ്ടും പറയാൻ പറ്റുന്ന അർത്ഥവ്യാപ്തിയുള്ള വാക്കുകളാണ് ഈ ശ്ലോകത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത്. വേദത്തിൽ പോലും വർണ്ണിക്കപ്പെട്ടിട്ടുള്ള അതിമഹത്തായ ശബ്ദങ്ങളാണ് ഈ 1-ാമത്തെ ശ്ലോകം, ധ്യാന ശ്ലോകത്തിൽ ഉള്ളത് എന്നാണ് പറയപ്പെടുന്നത്. ഏകദേശമായിട്ട് ആ പരബ്രഹ്മത്തെ എല്ലാം ഏതിൽ നിന്ന് ഉത്ഭവിക്കുന്നുവോ, എല്ലാം ഏതിൽ ലയിച്ച് ഇല്ലാതാവുന്നതുവോ, ആരാണോ എല്ലാറ്റിനും സാക്ഷിയായിട്ടുള്ളത്, ആരാണോ ഈ ലോകം തന്നെ നമുക്ക് ഉണ്ടെന്ന് തോന്നിപ്പിക്കുന്നത്, ആരാണ് നമ്മുടെ ഉള്ളിൽ നിന്ന് നമ്മെ പ്രവർത്തിപ്പിക്കുന്നത്, ആ ദിവ്യമായിട്ടുള്ള ആ ശക്തിയെ ഞങ്ങൾ വർണ്ണിക്കുന്നു, ധ്യാനിക്കുന്നു. ആ ആത്മാവിനെ ഞങ്ങൾ ധ്യാനിച്ചുകൊണ്ട് എപ്പോഴും ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. ശ്ലോകം ഒരിക്കൽ കൂടി. ജന്മാദസ്യ യഥോന്വയാദിതരതച്ചാത്വേഷഭിജ്ഞസ്വരാട്, അഭിജ്ഞസ്വരാട് എന്നാണ് പറയുന്നത്. ജന്മാദസ്യ ജന്മം മുതലായിട്ടുള്ളവ എന്ന നസ്യ എന്നതുകൊണ്ട് ഉപയോഗിക്കുന്നത് അഭിജ്ഞസ്വരാട് എന്ന് പദം പിരിച്ചു ചൊല്ലുമ്പോൾ അങ്ങനെ പറയും. എന്നാൽ വൃത്തത്തിന് തെറ്റാതെ ചൊല്ലുമ്പോൾ ഒരുമിച്ച് തന്നെയാണ് ചൊല്ലുന്നത്. ഓം തത്സത്. ജന്മാദസ്യ യദുന്നയാദിതരതേഷഭിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായ ആദികവയേ മുഹ്യന്തി യൽ സൂരയാ തേജോ വാരിമൃതാം യഥാ വിനിമയോ യത്ര ത്രിസർഗോ മൃഷാ ദാംനാസേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി, സത്യം പരം ധീമഹി. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും നന്മയും പ്രാർത്ഥിച്ചുകൊണ്ട് ശ്ലോകം ഭഗവാന്റെ തൃക്കാൽക്കൽ സമർപ്പിക്കുന്നു. ഗീതാരാജൻ. താങ്ക് യു ഫോർ വാച്ചിങ്. ഓൾ ദ ബെസ്റ്റ്. ഹാവ് എ വെരി വെരി നൈസ് ഡേ. ഗോഡ് ബ്ലസ് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും നന്മയും ഉണ്ടാകട്ടെ. ഓം തത്സത്.